നല്ല ആരോഗ്യവും അഴകും ലഭിക്കാൻ ഒറ്റമുടി. ഇടതൂർന്ന് വളരുന്ന തലമുടി ഏതൊരാളുടെയും സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടും. ഇത് അവരിലെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തലമുടി എന്നത് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗം തന്നെയാണ്. തിളക്കമുള്ള ഇടതൂർന്ന തലമുടിക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ്. മുടിയുടെ സൗന്ദര്യ സംരക്ഷണം എല്ലാവരെയും പ്രതിസന്ധിയിലാക്കും. പലപ്പോഴും മുടിയിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും വലിയ പ്രശ്നത്തിലേക്കാണ് എത്തിക്കുക. താരനും പേനും അഴുക്കും എല്ലാം കൂടി മുടിയെ പ്രശ്നത്തിലാക്കുന്നു. ഇതിന്റെ എല്ലാം ഫലമാകട്ടെ മുടി വരണ്ടതും അറ്റം പൊട്ടിപ്പോകുന്നതും ആയിരിക്കും. എന്നാൽ ഇനി ഈ പ്രശ്നങ്ങളെയെല്ലാം വിദഗ്ധമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. ഇത് മുടിക്ക് തിളക്കവും നിറവും ആരോഗ്യവും നൽകുന്നു. വരണ്ട മുടി മാറ്റി മുടിക്ക് ആരോഗ്യവും മൃദുത്വവും നേടാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വെളിച്ചെണ്ണ. മുടിക്ക് ആദ്യം അത്യാവശ്യമായി വേണ്ടതാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് മുടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്യുക. ഇളം ചൂടുള്ള വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉത്തമം. ആപ്പിൾ വേവിച്ചുടച്ചത്. തൊലി കളഞ്ഞ 2 ആപ്പിളുകൾ മൃദുവാകുന്നതുവരെ വേവിക്കുക. ആപ്പിൾ വെള്ളത്തിൽ നിന്നും എടുത്ത് കുഴമ്പ് രൂപത്തിലാക്കി ചെറിയ ചൂടിൽ മുടിയിൽ തേക്കുക. അല്പം ഉണങ്ങിക്കഴിയുമ്പോൾ ശുദ്ധമായ വെള്ളത്തിൽ കഴുകി കളയുക. മൃദുവായ മുടി ലഭിക്കുന്നതിന് ഒരാഴ്ച ഇങ്ങനെ ചെയ്താൽ മതി. കറ്റാർവാഴ നീര്. കറ്റാർവാഴയുടെ ജെല്ല് തേച്ച് മുടിയുടെ വേര് മുതൽ അറ്റം വരെ ഒഴിയുക. അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക. മൃദുലമായ മുടി ലഭിക്കാനുള്ള മറ്റൊരു വഴിയാണ് കറ്റാർവാഴയുടെ നീര്. ആപ്പിൾ സിഡാർ വിനാഗർ. 1 കപ്പ് ആപ്പിൾ സിഡാർ വിനാഗർ 1 കപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്തിളക്കുക. തലമുടി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഈ മിശ്രിതം തേക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് ഷാംപൂ തേക്കാതെ തലമുടി നന്നായി കഴുകുക. മയോണൈസ്. മുടിയിൽ പൂർണ്ണമായും മയോണൈസ് തേക്കുക. അരമണിക്കൂറിന് ശേഷം മുടി നന്നായി കഴുകണം. വരണ്ട മുടിക്ക് പകരം മൃദുലവും മിനുസവുമുള്ള മുടി ലഭിക്കാൻ ഈ വിദ്യ സഹായിക്കും. ജലാറ്റിൻ. മുടിയിൽ നിന്നും നഷ്ടമാകുന്ന പ്രോട്ടീൻ തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന ജലാറ്റിൻ ലേപനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ ജലാറ്റിനും 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളവുമാണ് ആവശ്യം. ജലാറ്റിനും ചൂടുവെള്ളവും നന്നായി ചേർത്തിളക്കുക. അതിനുശേഷം ചൂട് പോയി കഴിഞ്ഞാൽ മുടിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് പിന്നീട് കഴുകിക്കളയാം. മുട്ടയുടെ വെള്ള. മുടിക്ക് ആരോഗ്യവും കരുത്തും നിറവും നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് മുട്ടയുടെ വെള്ള. മുട്ടയുടെ വെള്ള തേച്ച് പിടിപ്പിച്ച് അത് നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ ഷാംപൂ ഇട്ട് കഴുകിക്കളയണം. ഇത് ആഴ്ചയിൽ 2 ദിവസം ശീലമാക്കുക. തേനും ഒലിവെണ്ണയും. മുടിക്ക് ജലാംശവും തിളക്കവും നൽകുന്ന മിശ്രിതമാണ് തേനും ഒലിവെണ്ണയും. 1/4 കപ്പ് തേനിൽ 1/4 കപ്പ് ഒലിവെണ്ണ എന്ന അനുപാതത്തിൽ സംയോജിപ്പിക്കുക. ഈ മിശ്രിതം മുടിയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം നന്നായി കഴുകിക്കളയാം. കറിവേപ്പില. ശിരോചർമ്മത്തിലുണ്ടാകുന്ന അണുബാധയ്ക്കും അതിന്റെ പ്രതിരോധത്തിനും ഫലപ്രദമായ മരുന്നാണ് കറിവേപ്പില. കറിവേപ്പില പേസ്റ്റ് രൂപത്തിലാണ് നാം ഉപയോഗിക്കേണ്ടത്. കറിവേപ്പില പേസ്റ്റായി അരച്ചത് അണുബാധയുള്ള ഭാഗത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു നീക്കാം. ഉലുവ. ഉലുവയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേച്ച് കുളിച്ചാൽ മുടികൊഴിച്ചിൽ കുറയും. തേങ്ങാപ്പാൽ. മുടിക്ക് നല്ലൊരു ടോണറാണ് തേങ്ങാപ്പാൽ. മാസത്തിലൊരിക്കൽ തേങ്ങാപ്പാലിൽ തലയോട്ടിയും മുടിയും കഴുകിയാൽ താരക്കുറയും മുടി വളരും.